CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കൊടും ചൂടിന് ആശ്വാസമില്ല. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. സൂര്യാഘാത മുൻകരുതലിന്റെ ഭാഗമായി ജോലി സമയം പുനഃക്രമീകരിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം മെയ് 15 വരെയാണ് നീട്ടിയത്. പകൽ സമയം സൂര്യതാപം നേരിട്ട് ഏൽക്കുന്നതിനാൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകിട്ട് 3 മണി മുതൽ 7 വരെയും 8 മണിക്കൂറായി ജോലി സമയം ക്രമീകരിച്ചു. രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. റോഡരികിൽ വീണുകിടന്ന മാങ്ങയെടുത്ത് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ഓട്ടോ ടാക്സി ഇടിച്ച് എടപ്പാൾ സ്വദേശിയായ ബസ് കണ്ടക്ടർക്ക് ദാരുണാന്ത്യം. എടപ്പാൾ തുയ്യത്ത് താമസിക്കുന്ന വെള്ളായിക്കോട്ട് സിദ്ധാർത്ഥന്റെ മകൻ 40 വയസ്സുള്ള ഷിജുവാണ് മരിച്ചത്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 6 കിലോ കഞ്ചാവുമായി യുവാവിനെ തൃശൂരിൽ എക്സൈസ് പിടികൂടി. കൊങ്ങണങ്കാട് സ്വദേശി അനീഷാണ് മണ്ണുത്തി പട്ടാളക്കുന്നിൽ വെച്ച് പിടിയിലായത്. ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ പ്രാഥമിക ആവശ്യം നിർവഹിക്കുന്നത് ചോദ്യം ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ച യുവാവിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ചക്കംകണ്ടം കരുമത്തിൽ ദീപകിനെയാണ് SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി CF ജെയിംസിന്റെ 3ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. എക്സ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന പ്രവർത്തന പരിപാടികൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സ് കേച്ചേരി ബ്രാഞ്ച് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. പുന്നൂർ പഞ്ചായത്ത് ഹിന്ദു ഐക്യവേദി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 21ാമത് മാറാട് ബലിദാന ദിനം ആചരിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി കൂനമുച്ചി ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം നടത്തി. വടക്കേക്കാട് കല്ലൂരിൽ കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം സമാഹരിക്കുന്നതിനായി നിർമ്മിച്ച ഷെഡ് കഴിഞ്ഞ ദിവസം കത്തിനശിച്ചു. കുട്ടാടൻ പാടം കടവ് പാടശേഖര സമിതിയുടെ കീഴിലുള്ള മോട്ടോർ ഷെഡിൽ സ്ഥാപിച്ചിട്ടുള്ള 10 HP മോട്ടോറും 2 ഹോസുകളും അനുബന്ധ ഉപകരണങ്ങളും വയറിങ്ങുകളും പൂർണ്ണമായും കത്തിനശിച്ചു. നന്മ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ശില്പശാല സംഘടിപ്പിച്ചു. കാണിപ്പയൂർ താഴ്വാരം കൂട്ടായ്മ വാർഷികാഘോഷം ശനിയാഴ്ച വൈകിട്ട് 4-ന് നടക്കും. പുരോഗമന കലാസാഹിത്യ സംഘം പന്നിത്തടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് ദിനത്തിന്റെ ഭാഗമായി കേരളവും വിപ്ലവ പോരാട്ടവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ DVLP സ്കൂളിൽ ആരംഭിച്ച ദശദിന ശില്പശാലയ്ക്ക് സമാപനമായി. പുന്നൂർ വെട്ടിപ്പുഴ മസ്ജിദുർ റഹ്മ റഹ്മത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും സംയുക്തമായി കരിയർ ടോക്ക് 2024 സംഘടിപ്പിച്ചു. JKS ഷോട്ടോജുക്കു ഇന്ത്യ കരാട്ടെ ടീമിന്റെ നേതൃത്വത്തിൽ ഇന്റർനാഷണൽ കരാട്ടെ സെമിനാർ തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.